മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സ് അമീന ജീവനൊടുക്കിയതിന് പിന്നിൽ ആശുപത്രി മുൻ ജനറൽ മാനേജർ അബ്ദുറഹിമാന്റെ മാനസിക പീഡനം എന്ന് പോലീസിന്റെ കണ്ടെത്തൽ. രാജിവെച്ചിട്ടും പിരിഞ്ഞു പോകാൻ അനുവദിക്കുകയോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറാവുകയോ ചെയ്തില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇന്നലെ അബ്ദുറഹിമാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് ഇപ്പോൾ മലപ്പുറത്തുനിന്ന്. സമീർ, ഒട്ടേറെ ആരോപണങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ പോലീസിന്റെ സ്ഥിരീകരണം വരുന്നുണ്ട് ഇപ്പോൾ സമീർ? ഉന്മേഷ്, അമീനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാന കാരണം അല്ലെങ്കിൽ കാരണക്കാരൻ ഈ ആശുപത്രിയുടെ മുൻ ജനറൽ മാനേജറായിരുന്നു അബ്ദുറഹ്മാനാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രധാനമായും ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് അമീന ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴി ഈ അമീനയെ അബ്ദുറഹ്മാൻ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുന്നു. വളരെ മോശമായ രീതിയിൽ അമീനയെ ചീത്ത പറയുന്നു, മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 13-ാം തീയതി മുതൽ അമീന ജോലിയിൽ രാജിവെക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്താണ് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി അമീന പ്രതിരോധത്തിലാവുകയും അങ്ങനെ ഈ ഭീഷണിയും ചീത്തയും കാരണം മനോവിഷയത്തിലാവുകയും അന്ന് തന്നെ ഇവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. മാത്രമല്ല, നേരത്തെയും പലതവണ അമീനയ്ക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അമീന ഇതുമായി ബന്ധപ്പെട്ട് ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സമയത്ത് ഒരു തരത്തിലും രാജിവെക്കാൻ ഈ അബ്ദുറഹ്മാൻ അമീനയെ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, നിർബന്ധിച്ച് ജോലി തുടരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ ഈ ജൂൺ മാസത്തിലാണ് വീണ്ടും ഒരു രാജി നൽകുകയും അത് ഇത്തരം ഒരു മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ അനാവശ്യമായി ഈ അമീനയെ ചീത്ത പറയുന്നത് മാത്രമല്ല, ഈ കുട്ടിയെ പലതരത്തിൽ ഇയാൾ പ്രയാസപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ അമീനയ്ക്ക് അറിയാത്ത ജോലി പോലും ഈ അമീനയെ കൊണ്ട് ചെയ്യാൻ ഇയാൾ വാശി പിടിച്ചിരുന്നു. മറ്റുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യാൻ ഒരു തരത്തിലും ഇയാൾ സമ്മതിക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. അമീനയ്ക്ക് മാത്രമല്ല, ആശുപത്രിയിലെ കൂടുതൽ ജീവനക്കാർ ഈ അബ്ദുറഹ്മാനെതിരെ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഇയാളുടെ മോശം പെരുമാറ്റമുണ്ട്, ഇയാൾ ഇതൊരു സ്ഥിരമായി ജീവനക്കാരോട് മോശമായി പെരുമാറുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ജീവനക്കാർ ഈ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. മറ്റൊരു കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, ഈ ആശുപത്രി ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഈ സൗകര്യം വളരെ ശോചനീയാവസ്ഥയിലുള്ളതാണ് എന്നുള്ളതാണ്. ഈ തകര ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഈ അബ്ദുറഹ്മാൻ ജനറൽ മാനേജർ ആയതിനു ശേഷം ഈ താമസിക്കുന്ന സ്ഥലത്തുള്ള എല്ലാവിധ സാധനങ്ങളും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ടോയ്ലറ്റിലേക്കുള്ള സാധനങ്ങൾ വരെ ഈ ജീവനക്കാരുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഈ അബ്ദുറഹ്മാൻ നിർബന്ധിച്ചിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ആശുപത്രി മാനേജ്മെന്റ് ആയിരുന്നു ഇത് വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ ഈ അമീനയെയും മറ്റുള്ള സഹപ്രവർത്തകരെയും ഒക്കെ തന്നെ ഈ അബ്ദുറഹ്മാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഈ അബ്ദുറഹ്മാന്റെ പീഡനം മൂലം ജോലി അവസാനിപ്പിച്ച് മറ്റു സ്ഥാപനങ്ങളിലേക്ക് പോയ ജീവനക്കാരും ഒക്കെ തന്നെ ഇയാൾക്കെതിരെ നിലവിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യം അബ്ദുറഹ്മാനെതിരെ പരാതി നൽകുന്നത് അവരുടെ കുടുംബമാണ്. പിന്നീട് സഹപ്രവർത്തകരും എല്ലാവരും രംഗത്തെത്തിയോടു കൂടിയാണ് ഈ അബ്ദുറഹ്മാൻ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇയാളെ പിടികൂടുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.